ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ കുറച്ച് കിളികളൊക്കെ വന്നിരിക്കും. വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അത് പറന്നു പോകും. അപ്പോൾ രാവിലെ നമ്മൾ മീൻകറിയാണ് വെക്കുന്നത്. അത് ചൂരത്തലയാണ് കറി വെക്കുന്നത്. കുറേ അധികം ചൂരയുടെ തല എടുത്തിട്ട് നമ്മൾ കറി വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ ചെറിയ മത്തിയുണ്ട്, അതൊന്ന് കറി വെക്കാനായിട്ട് കുറച്ച് മുരിങ്ങയ്ക്കയും പച്ചമുളകും ഒരു മാങ്ങയുടെ പകുതിയും കൂടി ഇട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ അവിയലൊക്കെ വെക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മളിത് വറ്റിച്ചെടുക്കുന്നത്. ചെറിയ മത്തിയാണ്. അപ്പോൾ മത്തി തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ചൂട് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം വെച്ചിരിക്കുകയാണ്. അപ്പോൾ മത്തി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മെഴുക്കുവരട്ടി വെക്കാനായിട്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ഒരു മെഴുക്കുവരട്ടിയാണ് ഇത്. നേരത്തെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, നേരത്തെ ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അത് മെഴുക്കുവരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് വെക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരിയിടാം. അപ്പോൾ രാവിലെ അമ്മ ജോലിക്ക് പോകുന്നു, തൊഴിലുറപ്പുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജോഷിക്കുട്ടൻ ഇവിടെ ഇരുന്ന് TV കാണുകയാണ്, ഡോറെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ കുറേ പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറ് വെന്തതിന് ശേഷം ഇനി കുറച്ച് കപ്പയും കൂടി വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെള്ളം തോരാനായിട്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലെ പണിയെല്ലാം നമ്മുടെ കറികളെല്ലാം വെച്ച് എടുത്തിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം കഴുകി തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നതാ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്, കുറച്ച് മഴക്കാറൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് വരുന്നതാണ്, അടുത്താണ് പണി. അപ്പോൾ ജോഷി ഇങ്ങനെ അമ്മയെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.